പുള്ളിന്റെ മുന്നിലായിരിക്കും. നമ്മൾ എത്ര വലിയ പുള്ളിയാണെങ്കിലും അല്ലെ, ആചാര്യസ്വാമികൾ പറയും സ്വദേശേഷു ആദ്യ വിദേശേഷു അധികാരത്തിൽ വന്ന ശേഷം പാവപ്പെട്ട ജനങ്ങൾക്ക് സാമ്പത്തികമായ സ്വയം പര്യാപ്തം ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാദിച്ച് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും. നോർത്ത് പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളായി നടത്തിയ ശ്രീനാരായണ ദർശനോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത പണ്ഡിതനും SNB സ്കൂൾ സ്ഥാപകനുമായ ഡോക്ടർ PR ശാസ്ത്രിയുടെ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. വളരെ പരിതാപകരമല്ലേ? അവരെ സംരക്ഷിക്കാൻ എന്നെ കൊണ്ടൊക്കുന്ന ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൃഷിയായാലും നെയ്ത്തായാലും കയറായാലും ഇതെല്ലാം കൊണ്ട് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിലെ സമുദായങ്ങളുടെ ദുരിത ദുഃഖങ്ങൾ തൊട്ടറിഞ്ഞ എനിക്ക് അത് പറയാനും പ്രവർത്തിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ കണ്ണീര് കുടിക്കാൻ ഞാൻ വരത്തില്ല. കണ്ണീരൊപ്പാൻ എന്നെ കൊണ്ടൊക്കുന്നത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മവും കർമ്മവുമാണ്. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയിലാണ് സമുദായം. കാലാകാലം ഒരുപാട് പേര് ഭരിച്ചും പോയി. പക്ഷെ ഈ അടിസ്ഥാന വർഗത്തെ ഉയർത്താനോ വളർത്താനുള്ള നിയമവും ചട്ടങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. സംഘടിത മതശക്തികളും ന്യൂനപക്ഷങ്ങളും കേരളത്തിൻ്റെ ഖജനാവും പല ന്യായങ്ങളും നീതികളും പറഞ്ഞുകൊണ്ട് സാമ്പത്തികം ചോർത്തിക്കൊണ്ടു പോകുമ്പോൾ ഈ അടിസ്ഥാന വർഗത്തിന് തൊഴിലുറപ്പ് മാത്രം കിട്ടുന്ന ദുരവസ്ഥയും, വീടില്ലാത്തവരാരാണെന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷവും, ഭൂമിയില്ലാത്തവരാരാണെന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷവും ഇരുവരാതെ പിന്നോക്ക സമുദായമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞിട്ടും അതിൽ കാര്യമായ മാറ്റം വരാതിരിക്കുകയും സംഘടിതമായി നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായം കേരളത്തിന്റെ ഖജനാവ് പല വിധത്തിൽ ന്യായത്തിൽ ഖജനാവ് ചോർത്തിക്കൊണ്ടുപോകുന്നു. അവരുടെ യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം തങ്കലിപികളാൽ കുറിക്കപ്പെടേണ്ട ഒരു സുദിനമാണെന്ന് ഈ വിദ്യാലയം പറവൂർ SNDP യൂണിയന് ഒരു പൈസ പോലും വാങ്ങാതെ ദാനമായി നൽകി. ഈ വിദ്യാലയത്തെ ഈ SNDP യൂണിയന് നൽകുവാനുണ്ടായ പ്രധാന കാരണം ഇത് വളർന്നു വരുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി മാറണമെന്നുള്ള ശാസ്ത്രി സാറിൻ്റെ ആഗ്രഹ പ്രകാരമാണ് യൂണിയന് ഈ വിദ്യാലയവും ഈ കാണുന്ന സ്ഥലവും എല്ലാം ഫ്രീ ആയിട്ട് നൽകിയത്. മന്ത്രി P രാജീവ് സംസാരിച്ചു. ഏറ്റവും ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ മുൻപ് ലോകം തന്നെ വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, ഈ 2 പരികൽപ്പനകളുടെ ബന്ധം തിരിച്ചറിയുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നാരായണ ഗുരു വിദ്യ കൊണ്ടാണ് സ്വതന്ത്രമാകാൻ കഴിയുള്ളൂ എന്ന കാഴ്ചപ്പാട് ലോകത്തിന്റെ മുൻപിൽ തന്നെ അവതരിപ്പിച്ചു. അദ്ദേഹം ആ കാഴ്ചപ്പാട് അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ലോകത്തിലെ പല വിദ്യാഭ്യാസ ചിന്തകരും
ഈ രണ്ടിനെയും കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഒക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അത്തരത്തിലുള്ള കാഴ്ചപ്പാടിന്റെ പ്രയോഗമാണ് പറവൂര് ഈ വിദ്യാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി സ്വാഗതം ആശംസിച്ചു. തലയെടുപ്പോട് കൂടി നിൽക്കുന്ന യൂണിയനുകൾ ഒന്നാണ് പറവൂർ SNDP യൂണിയൻ. ആ പറവൂർ SNDP യൂണിയൻ ഏതാണ്ട് 15 വർഷത്തോളമായി ശ്രീനാരായണ ദർശനോത്സവം സംഘടിപ്പിക്കുന്നു. ആ ശ്രീനാരായണ ദർശനോത്സവത്തില് വളരെ ഗംഭീരമായി നാൾക്ക് നാൾ കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ശ്രീനാരായണ ദർശനോത്സവം നടത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ടൈസൺ മാസ്റ്റർ MLA, വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KS സനീഷ്, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു, പ്രതിപക്ഷ കൗൺസിൽ ലീഡർ CA രാജീവ്, യോഗം കൗൺസിലർ ES ഷീബ, യോഗം ഡയറക്ടർമാരായ PS ജയരാജ്, MP ബിനു, D ബാബു, BDJS സംസ്ഥാന സെക്രട്ടറി AB ജയപ്രകാശ്, യോഗം നേതാക്കളായ ഐഷ രാധാകൃഷ്ണൻ, കണ്ണൻ കൂട്ടുകാട്, TM ദിലീപ്, VP ഷാജി, VN നാഗേഷ്, KB സുഭാഷ്, MK ആഷിഖ്, ബിബിൻ ശാന്തി, ബിബിൻ ബാബു, മുൻ പ്രിൻസിപ്പൽ MV ഷാജി, ദർശനോത്സവം ജനറൽ കൺവീനർ പ്രമോദ് മല്യങ്കര എന്നിവർ സംസാരിച്ചു. സ്വാമിനി നിത്യജിന്മയുടെ പ്രഭാഷണവും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.